ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബൂട്ട് സ്ട്രാപ്പിങ്ങിൻ്റെ 4 സ്ട്രാറ്റജീസ് എടുത്തിരുന്നു. അഞ്ചാമത്തെ സ്ട്രാറ്റജിയാണ് ഓപ്പറേറ്റ് ആസ് എ സൈഡ് ഹസിൽ ഇനീഷ്യലി. നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബൂട്ട് സ്ട്രാപ്പിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മളൊരു ബിസിനസ് തുടങ്ങി അപ്പോൾ നമ്മൾ സൈഡായിട്ട് ഒരു ബിസിനസ്സോ അതല്ലെങ്കിൽ സൈഡായിട്ട് ഒരു ജോലിയോ ചെയ്തു പോവാണ്. അപ്പോൾ നമുക്ക് വരുമാനം അവിടെ നിന്നും കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നത് ഒരു തരം ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി നമുക്ക് ഫണ്ട് സ്വരൂപിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റേ ലീൻ ആൻഡ് ഫോക്കസ്ഡ്. നമ്മുടെ ലക്ഷ്യം ഇതാണ്, നമുക്ക് സ്റ്റാർട്ടപ്പ് ഇത്രയും വലുതാക്കണം, നമുക്ക് ആ സ്റ്റാർട്ടപ്പിന് വേണ്ടി വർക്ക് ചെയ്യണം. സോ നമുക്ക് നല്ലൊരു ക്ലിയർ കട്ടായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാനിൽ അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് ചെയ്യണം. ഇനി അടുത്തത് സെൽഫ് ഫണ്ടിങ് ആണ്. സെൽഫ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട്, നമ്മുടെ പേഴ്സണൽ ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ടപ്പ് നടത്തുകയാണ്. സോ അതിൽ ഏതൊക്കെ ഫണ്ട്സ് ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മുടെ പേഴ്സണൽ സേവിങ്സ്, നമ്മൾ ഇത്ര നാൾ ജോലി ചെയ്ത അല്ലെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫണ്ട് ഉപയോഗിക്കാം. പേഴ്സണൽ ലോൺസ് എടുക്കാം. ഫ്രണ്ട്സിൻ്റെ നിന്നും ഫാമിലിയുടെ നിന്നൊക്കെ നമുക്ക് കടം വാങ്ങാം. നമ്മുടെ അസറ്റ്സ് ഒക്കെ സെയിൽ ചെയ്യാം. നമ്മുടെ ജ്വല്ലറി, നമ്മുടെ വെഹിക്കിൾ, നമ്മുടെ ലാൻഡ്, ഇതൊക്കെ സെല് ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കുറച്ച് കാശ് ക്രെഡിറ്റ് എടുത്തിട്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയേക്കാൾ കൂടുതൽ നമ്മൾ തുക പിൻവലിക്കുന്നതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും നമ്മുടെ റിട്ടയർമെൻറ്റ് ഫണ്ട്സ്, നമ്മുടെ പി എഫിൻ്റെ ഫണ്ട്സ്, ഇങ്ങനെയുള്ള ഫണ്ട്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫ് ഫണ്ടിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സെൽഫ് ഫണ്ടിങ്ങിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് സെൽഫ് ഫണ്ടിങ് ഫോർമേഷൻ നടത്താം, ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തിയിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ടേംസിൻ്റെയും, ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ സേവിങ്സ് മാത്രമല്ല, നമ്മുടെ എല്ലാ റിസോഴ്സസും, നമ്മുടെ എല്ലാ നമുക്ക് ഏതൊക്കെ മേഖലയിൽ നിന്ന് നമുക്ക് റേസ് ചെയ്യാൻ പറ്റും അതൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറയുന്നത്. സെൽഫ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ അതുപോലെ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഫാമിലി റിലേറ്റഡ് അങ്ങനെയുള്ള ഫണ്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് സെൽഫ് ഫണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൂട്ട് സ്ട്രാപ്പിങ്ങിൻ്റെ ഒരു തരം ഫണ്ടിങ് ആണ് എന്ത്, സെൽഫ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ വൈഡർ ടോപ്പിക് ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. സെൽഫ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ടോപ്പിക് ആണ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കുക. ബൂട്ട് സ്ട്രാപ്പിങ്ങിൻ്റെയും സെൽഫ് ഫണ്ടിങ്ങിൻ്റെയും 3 അഡ്വാൻറ്റേജസ് ആണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന്, ഓണർഷിപ്പ്. നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പും കൺട്രോളും ആരാണോ ബിസിനസ് നടത്തുന്നത് അവരുടെ കയ്യിൽ തന്നെയായിരിക്കും, നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും. നമ്മുടെ കയ്യിൽ ഒരു ഇക്വിറ്റി ഡയല്യൂഷൻ വരില്ല, അതായത് നമ്മൾ ഷെയർ ഒന്നും വിൽക്കുന്നില്ല, നമ്മൾ തന്നെയാണ് ഓണേഴ്സ്. പിന്നെ നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വരും, കാരണം നമ്മുടെ പൈസയാണ് അവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പ്രോപ്പറായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വരും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ലിമിറ്റഡ് ക്യാപിറ്റലാണ്. ബൂട്ട് സ്ട്രാപ്പിംഗ് വഴി അല്ലെങ്കിൽ സെൽഫ് ഫണ്ടിങ് വഴി നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന തുകയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു പരിധിക്കപ്പുറം നമുക്ക് തുക റേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ പേഴ്സണൽ ഫണ്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യുന്നുണ്ട് നാളെ ആ ബിസിനസ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ബാക്കിയില്ലാതെ നമ്മൾ ഇല്ലാതാവും ഫിനാൻഷ്യലി. അപ്പോൾ അതിനുള്ളൊരു സാധ്യത എവിടെയുണ്ട്, ഈ ബൂട്ട് സ്ട്രാപ്പിങ്ങിലും സെൽഫ് ഫണ്ടിങ്ങിലും ഫണ്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങി ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ റിസ്ക് കൂടുതലാണ്, കാരണം നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെടും. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബേൺ ഔട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആരാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ, ആരാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഏഞ്ചൽ മാലാഖയാണ്. അപ്പോൾ ആരാണ് ഈ മാലാഖ? പൈസ ഇല്ലാതെ നിൽക്കുന്ന, എന്നാൽ ബിസിനസ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുള്ള ഐഡിയ ഉള്ള ആൾക്കാരുടെ മുൻപിൽ പൈസയായിട്ട് എത്തുന്ന ആൾക്കാരാണ് എന്ത്, ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് അവർ ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ലൈക്ക് ദാറ്റ് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന് നല്ലൊരു ഐഡിയ ഉണ്ട്, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഫണ്ട് ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്തി ആയിട്ടുള്ള നല്ല പൈസയുള്ള വ്യക്തികളാണ്. ശ്രദ്ധിക്കണം, വ്യക്തികളാണ് കേട്ടോ, ഫേം അല്ല, ഇൻഡിവിജ്വൽസ് ആണ്. ഈ ഇൻഡിവിജ്വൽസ് ഇവരുടെ ഈ ഐഡിയയ്ക്ക് ഏർലി സ്റ്റേജിൽ ഫണ്ടിങ് കൊടുക്കും. ആ ബിസിനസ് തുടങ്ങുമ്പോൾ, അതായത് കുറേ നാൾ കഴിഞ്ഞിട്ടല്ല, ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർ ഫണ്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽത്തി പേഴ്സൺസ് ആണ്, ദേ ഫണ്ട് അറ്റ് ദ ഏർലി സ്റ്റേജ് ഓഫ് സ്റ്റാർട്ടപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഫൈനാൻഷ്യൽ സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ കാര്യങ്ങളോ മെൻറ്റർഷിപ്പോ ഗൈഡൻസോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊന്നും ഇവർ കൊടുക്കില്ല. ഇവർ ഫൈനാൻഷ്യൽ
സപ്പോർട്ട് കൊടുക്കും. ഏർലി സ്റ്റേജിലാണ് കൊടുക്കുന്നത്. ആൻഡ് ഇവർ കൊടുക്കുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 5 lakhs to 2 crore ആണ്. ചിലപ്പോൾ അതിന് മുകളിലും കൊടുക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൊഡക്റ്റ്. പക്ഷെ ബേസിക്കലി 5 ലക്ഷം മുതൽ 2 കോടി വരെയാണ് ഈ വെൽത്തി ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഇവർ നല്ല ഐഡിയയ്ക്ക്, നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഐഡിയയ്ക്ക്, ഒരുപാട് മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഐഡിയയ്ക്കാണ് ഇത്രയും ഫണ്ട് കൊടുക്കുന്നത്. ഈ എക്സാമ്പിൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതിൽ പറയുന്ന ഒരു എക്സാമ്പിൾ പറയുന്നത് രത്തൻ ടാറ്റ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. രത്തൻ ടാറ്റ സാറ് ഓല അതുപോലെ പേടിഎം കമ്പനീസിൻ്റെ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആണ്. അപ്പോൾ ഒരു വെൽത്തി ഇൻഡിവിജ്വൽ എന്ത് ചെയ്തു, നല്ലൊരു സ്റ്റാർട്ടപ്പ് ഐഡിയയ്ക്ക് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഫണ്ട് കൊടുത്തു. അപ്പം അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വെഞ്ചർ ക്യാപിറ്റൽ ആണ് കേട്ടോ. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കൊടുക്കുന്ന ഫേമാണ്, പക്ഷെ ഫേമാണ്. മറ്റേത് ഇൻഡിവിജ്വൽ ആയിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. ഓക്കെ, ഇവർ പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ആണ്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ, അതായത് പൈസ ആൾക്കാരിലേക്ക്, പൈസ ഇല്ലാത്ത സ്റ്റാർട്ടപ്പിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണലി ഈ ബിസിനസ്, ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യുന്ന കമ്പനീസാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ വെറുതെ ഒരു കോൺസെപ്റ്റിനോ അതല്ലെങ്കിൽ ഒരു ഐഡിയയ്ക്കോ അല്ല ഫണ്ട് കൊടുക്കുന്നത്. മോർ ഓവർ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട് കൊടുക്കുന്നത്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നല്ല ഐഡിയ ഉള്ള കമ്പനികൾക്ക് ഫണ്ട് കൊടുക്കുന്നവരാണ് വെഞ്ചർ ക്യാപിറ്റൽ. ഇത് കൊടുക്കുന്ന ഒരു ഫേമാണ്, പ്രൊഫഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ആണ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ വെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ്. ഇവിടെ ഒരു കമ്പനിയാണ്, പൈസ കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനി നല്ല ബിസിനസ്സുകൾക്ക്, അതായത് തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ബിസിനസ്സുകൾക്ക് ഫണ്ട് കൊടുക്കുന്നു. ഇവിടെ ഇവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാം. അതായത് എന്താ പറയുക, 5 കോടി 10 കോടി അങ്ങനെ ഇവർക്ക് കമ്പനിയെല്ലാം അവർക്ക് ഒരുപാട് ഫണ്ട് സ്വരൂപിക്കാനും അത് കൊടുക്കാനായിട്ടും സാധിക്കും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നൊരു ഇൻഡിവിജ്വൽ ആണ്, രണ്ടാമത്തെ ഒരു ഫേമാണ്. ഇവിടെ ബിസിനസ് തുടങ്ങിയ വെഞ്ചർ ക്യാപിറ്റൽ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഗ്രോത്ത് സ്റ്റേജിലേക്കാണ് ഫണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തും കൂടി ഉണ്ട്, കോടിക്കണക്കിന് രൂപയ്ക്ക് കൊടുക്കാം. മറ്റൊരു ഒരു ഇൻഡിവിജ്വൽ ആയതുകൊണ്ട് അവർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ദേ ക്യാൻ ഡു ആസ് മച്ച് ആസ് ദേ ക്യാൻ. ഇനി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങിന് ഒരു പ്രോസസ്സ് ഉണ്ട്. വെറുതെ നമുക്ക് ബിസിനസ്, അതായത് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല, ഫണ്ട് കിട്ടില്ല. ഏഞ്ചൽ ഇൻവെസ്റ്ററിൻ്റെ അടുത്താണെങ്കിൽ പ്രോസസ്സോ അതുപോലെ ഡിലേ ഒന്നുമില്ല. ഇഫ് ദേ ലൈക്ക് ദാറ്റ് പ്രോജക്റ്റ് ദേ വിൽ ടേക്ക് അപ്പ്. ഇവിടെ അങ്ങനെയല്ല. ഫസ്റ്റത്തെ സോഴ്സിങ് ആൻഡ് പിച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകൾ വെഞ്ചർ ക്യാപിറ്റൽസിൻ്റെ അടുത്ത് റഫറൽസ്, അതായത് ആരെങ്കിലും പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വഴി അവർ അവിടെ എത്തും. അതിനുശേഷം അവർ അവരുടെ ബിസിനസ്സിൻ്റെ ഐഡിയ കൊടുക്കും, അവരുടെ റവന്യൂ മോഡൽ കൊടുക്കും, ഇന്നതാണ് അവരുടെ ടീം, അവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. നെക്സ്റ്റ് സ്റ്റേജിൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി ഇതിനെ റിവ്യൂ ചെയ്യുന്നു, ഇനീഷ്യൽ റിവ്യൂ ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഡ്യൂ ഡെലിഗൻസിൽ വരുന്നത് സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഈ കമ്പനി നടത്തും. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, അവരുടെ കോമ്പറ്റീഷൻ, അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ സ്കെയിലബിലിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം ഡ്യൂ ഡെലിഗൻസ്, ദാറ്റ് ഇസ് അത്രയും ശ്രദ്ധയോടെ അവർ വീണ്ടും റീവർക്ക് ചെയ്യുന്നു. അതിനുശേഷം ടീം ഷീറ്റ് ഓഫർ, ഇതിൽ വരുന്നത് ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി ഒരു ടേം ഷീറ്റ് ഇവർക്ക് കൊടുക്കും. ലൈക്ക് ദാറ്റ് കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് എത്രയാണ്, അതുപോലെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണ്, ഈ കമ്പനിയുടെ വാല്യുവേഷൻ എത്രയാണ്, ഇവർക്ക് എത്ര പെർസെൻറ്റേജ് ലാഭം ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഓൾറെഡി ആർക്ക് കൊടുക്കും, ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനി സ്റ്റാർട്ടപ്പിന് കൊടുക്കും. ഞങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, ഞങ്ങൾക്ക് അതിൽ നിന്ന് ഇത്ര പ്രോഫിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ദെൻ അവർക്ക് രണ്ടുപേർക്കും അത് ഓക്കെ ആയി കഴിഞ്ഞാൽ ലീഗലി അതിനെ ഡോക്യുമെൻ്റ് ആക്കും. ഡോക്യുമെൻ്റ് ആക്കിയതിന് ശേഷം ആ തുക ഇവർക്ക് കൊടുക്കും. തുക കൊടുത്തതിന് ശേഷം പിന്നെയുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവർ വീണ്ടും പോവും. ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, VCയുടെ അതായത് വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അവർക്ക് തിരിച്ച് അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് കുറച്ച് തുകകളായിട്ട് ഇവർക്ക് മാസം അല്ലെങ്കിൽ വർഷാവസാനം എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റലിലേക്ക് ഇവർ തിരിച്ചടയ്ക്കും കൂടെ വേണം. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. മറ്റേതിന് അത്ര സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ എല്ലാം സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ആ കമ്പനി എടുക്കുന്നു, കമ്പനി എടുത്തിട്ട് അത് ലീഗൽ ഡോക്യുമെൻ്റ് ആക്കുന്നു, ഫണ്ട് അവർക്ക് കൊടുക്കുന്നു. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്. ആദ്യത്തെ സോഴ്സ് ഓഫ് ഫണ്ട് തന്നെയാണ് ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
കാശുള്ള ഒരാളാണ്, വെൽത്തി ആയിട്ടുള്ള ഒരാൾ കൊടുക്കുന്നതാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പല രീതിയിൽ അവർക്ക് ആ കമ്പനിക്ക് ഫണ്ട് സ്വരൂപിക്കാം കേട്ടോ. അവർക്ക് ആൾക്കാരിൽ നിന്ന് സ്വരൂപിക്കാം, കമ്പനികളിൽ നിന്ന് സ്വരൂപിക്കാം, എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ പല രീതിയിൽ അവർക്ക് സ്വരൂപിച്ചിട്ട് കമ്പനിയാണ് അവിടെ കൊടുക്കുന്നത്. ഇനി ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന, അതായത് അതിൻ്റെ ഏർലി സ്റ്റേജിൽ, സീഡ് സ്റ്റേജിലാണ് ഫണ്ട് ചെയ്യുക. പക്ഷേ വെഞ്ചർ ക്യാപിറ്റൽ അങ്ങനെയല്ല, ഗ്രോത്തിൻ്റെ സ്റ്റേജിൽ അല്ലെങ്കിൽ എക്സ്പാൻഷൻ്റെ സ്റ്റേജിലാണ് ഫണ്ട് ചെയ്യുന്നത്. ഇനി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് 5 ലക്ഷം മുതൽ 2 കോടി വരെയാണ് ഫണ്ട് ചെയ്യുന്നത്. പക്ഷേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് 2 കോടി മുതൽ അവർക്ക് 100 കോടിയോ അല്ലെങ്കിൽ എത്ര കോടിയാണ് അവരുടെ കയ്യിലുള്ള അത്രയും കോടിക്ക് അവർക്ക് ഫണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏഞ്ചൽ ഇൻവെസ്റ്ററിന് ഒരു റോളൊന്നുമില്ല കമ്പനിയിൽ, സ്റ്റാർട്ടപ്പിൽ. അവർ ജസ്റ്റ് ഫണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന് അങ്ങനെയല്ല, അവർക്ക് നല്ല റോളുണ്ട്. അവർ ഫണ്ട് മാത്രമല്ല, എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവർ ബോർഡ് മെമ്പേഴ്സിലും നേരത്തെ പറഞ്ഞ പോലെ മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെ അവർ ഇൻവോൾവ് ആവും, പ്രോപ്പർ മെൻറ്ററിങ് കൊടുക്കും, സ്കെയിലിംഗ് കൂട്ടണോ വേണ്ടയോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ഇടപെടും. ഇനി ഡിസിഷൻ മേക്കിംഗ് ടൈം, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനാണെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം. അവർക്ക് ഐഡിയ ഇഷ്ടമായി അപ്പോൾ തന്നെ അവർ ഫണ്ട് ചെയ്യും. പക്ഷേ വി സിക്ക് അങ്ങനെയല്ല, കുറേ സ്റ്റെപ്പ്, നമ്മളിപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കണ്ടില്ലേ, ഈ സ്റ്റെപ്പൊക്കെ അവർക്ക് നോക്കണം. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് റിസ്ക് എടുക്കും. പക്ഷേ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കമ്പയർഡ് ടു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് കുറവാണ്. ഇനി വെൻ ടു അപ്രോച്ച് ഹൂം എന്നുള്ളൊരു സംഭവം കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഏർലി സ്റ്റേജ് ബിസിനസ്സാണ്, നമുക്ക് വേറെ ഫണ്ട് മാത്രമേ ആവശ്യമുള്ളൂ, വേറെ ഒരു കാര്യങ്ങളും ആവശ്യമില്ല, വേറെ ഒരു സപ്പോർട്ടും ആവശ്യമില്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്ററിൻ്റെ അടുത്താണ് പോകേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഫണ്ട് ആവശ്യമുള്ളെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്ററിൻ്റെ അടുത്താണ് പോകേണ്ടത്. പക്ഷേ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്തതിന് ശേഷം നമുക്ക് ഫണ്ടിന് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ പോയാൽ മതി, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോയാൽ മതി.